ഇത് വീടാണോ ഒരു കൊട്ടാരമാണോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് പറയും. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ സമീപമാണ്. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും വെറും 100 മീറ്റർ ഡിസ്റ്റൻസിലായി 13 സെന്റിൽ 6000 സ്ക്വയർ ഫീറ്റോട് കൂടിയ 7 ബെഡ്റൂമുകൾ ഏത് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. ഇത് വീടാണോ ഒരു കൊട്ടാരമാണോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് പറയും. നമുക്ക് കയറി വരുമ്പം തന്നെ വിശാലമായൊരു മുറ്റം, ഏകദേശം 7 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 2 സൈഡിലായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ. ഇവിടെ ഈ കാർ പോർട്സിലേക്ക് നമുക്ക് 2 or 3 കാർ പാർക്ക് ചെയ്യാം. അത്യാവശ്യം അവിടെ വേണമെങ്കിൽ 5 or 6 കാർ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ധാരാളമായ കൃഷി ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ഉണ്ട്. അതുപോലെ സെക്യൂരിറ്റി ക്യാബിനുണ്ട്. നമുക്ക് ഡോഗ് അങ്ങനെയുള്ളതിനൊക്കെ വളർത്താനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. നല്ല പീസ്ഫുൾ ഏരിയ, ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇത്. നോക്കൂ, അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ബ്രാൻഡ് ടൈലുകളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കണ്ടില്ലേ, നമ്മുടെ ഫേസ് നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫുൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തടികൾ കംപ്ലീറ്റ് തേക്കൻ തടി മാത്രമാണ് കേട്ടോ. നമുക്കിതിൽ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ്, നല്ല അടിപൊളി വിശാലമായൊരു ഹോൾ കൂടിയാണ്. മുകളിലൊക്കെ നല്ല രീതിയിലുള്ള ഇന്റീരിയർ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 10 പേർക്ക് മുകളിൽ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ. അത്രയും നല്ല രീതിയിലുള്ള ഒരു സ്പേഷ്യസ് ആണ്. നമുക്ക് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫീൽ ചെയ്യുന്ന കേട്ടോ. TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകളുണ്ട്, സോക്കേഴ്സ്. അപ്പോൾ താഴെ കിച്ചണിലേക്ക് പോകുമ്പോൾ നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ ഇതാണ് നല്ല വിശാലമായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് തടിയിലാണ് ഇതിൻ്റെ ഫുള്ള് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ബോർഡ് വർക്കല്ല, കംപ്ലീറ്റ് തടിയുടെ വർക്കാണ്. നമുക്കിത് കാണുമ്പോൾ അറിയാം. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചന്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും വലിയ ആഡംബര വീടുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കാണില്ല. പണ്ട് കാലത്ത് കൊടുക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ അവർക്ക് ഇതൊക്കെ ഒരു പഴയകാല ഓർമ്മകൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ട വർക്ക് ഏരിയയുടെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അവിടെ സെർവൻറ്റ് ബാത്റൂമും സെർവൻറ്റിൻ്റെ റൂമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. താഴത്തെ 2 ബെഡ്റൂമുകൾ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. നല്ല രീതിയിൽ ഇന്റീരിയർ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ധാരാളമായ സ്റ്റോറേജ് സ്പേസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തടിയിലാണ് ഫുള്ളായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ആ സൈഡിൽ നമുക്ക് ഡ്രസ്സിംഗ് ടേബിള് അങ്ങനെയുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാത്റൂം സ്പേസ് നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. കണ്ട കംപ്ലീറ്റ് ഡിസൈൻ പാറ്റേൺ ആയാലും ശരി തന്നെയാണ്. പിന്നെ ലൈറ്റ്സ് ഒക്കെ കുറച്ച് പഴയതാണെങ്കിലും ഒരു നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു ക്ലാസ് ലുക്കുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലൈറ്റ് ഒക്കെ പാറ്റേൺ ഒക്കെ കൊടുത്തിരിക്കുന്നതെല്ലാം നല്ല സൂപ്പർ ലുക്കാണ് കേട്ടോ. അപ്പോൾ താഴത്തതിൽ 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ 2 പേർ മാത്രമാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ട് അവർ അത്യാവശ്യം ഇത് യൂസ് ചെയ്യുന്നില്ല. ഇതാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതിൻ്റെ ഓണർ വന്നിട്ട് പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വീട് സെയിലിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല ഇതിവിടെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലവും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ഇത് നമുക്ക് കയറി വരുമ്പോൾ കണ്ടില്ലേ, മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല അതിമനോഹരമായ നല്ല രീതിയിൽ ഡിസൈൻ ആയിട്ടുള്ള തേക്കൻ തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഹാൻഡിലോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റെയർ ആണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ട് അവരതിനെ ഡിസൈൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഒരു ബ്രാൻഡ് പ്രീമിയം ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ വിശാലമായ നല്ല രീതിയിലുള്ളൊരു ഏരിയ കൂടിയുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന ഗസ്റ്റുകളെയൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം ധാരാളം ഓപ്പൺ സ്പേസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഏരിയയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇതാ കണ്ടല്ലേ, നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ബാൽക്കണി ഏട്ടാ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ബാൽക്കണി ഏരിയയും കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നല്ല ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ ഫ്ലോറിൽ ഏകദേശം രണ്ട് മൂന്ന് ബാൽക്കണി ഏരിയ നമുക്ക് ഇതിനകത്തുണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം. നമുക്ക് അതിനെയും നല്ല രീതിയിലുള്ള ഒരു ബ്രാൻഡ് ക്വാളിറ്റി തന്നെ അവരുള്ള ഇന്റീരിയർ ഡിസൈനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് ഒരു ഡ്രസ്സിങ് ടേബിളിൻ്റെ സ്പേസ് ഉൾപ്പെടെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. നല്ല രീതിയിൽ നല്ലൊരു ബ്രാൻഡ് ക്വാളിറ്റി തന്നെ അവരുള്ള ഡിസൈനിങ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ധാരാളമായ സ്റ്റോറേജ് സ്പേസുകളും ഉണ്ട്. നമുക്കിപ്പം നല്ല രീതിയിലുള്ള കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായ ഏരിയകളുണ്ട് കേട്ടോ. അവിടെയും ഒരു ഡ്രസ്സിങ് റൂമായിട്ടുമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമും ഇട്ടുള്ള ഇതാണ്. ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ. രണ്ട് കട്ടിലിട്ടിട്ട് നമ്മുടെ മേശ ചെയറൊക്കെ ഇട്ട് തന്നെ നമുക്ക് ധാരാളം വീണ്ടും സ്പേഷ്യസ്, നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതിൻ്റെ ബാത്റൂം എന്ന് പറയുന്നതായിരുന്നു നല്ല വിശാലമായിട്ടുള്ള ഒരു നല്ല സ്പേഷ്യസ് ബാത്റൂം സൈസുകളായാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ആയി, ഫസ്റ്റ് ഫ്ലോർ ആയി, അടുത്ത സെക്കൻഡ് ഫ്ലോറിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അത് ശരിക്കും ഒരു ടെറസ് ഏരിയ ആണ്. അതിനെല്ലാം ഫുള്ളായിട്ട് അവർ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെറസ് ഏരിയയിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ തന്നെ മുകളിൽ ഫുള്ള് റൂഫ് ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ കവറിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു റൂംസുകളുമായിട്ട് ഇതിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന നല്ലൊരു ഹാളാണ്. നമുക്കിവിടെ പാർട്ടി ഏരിയയിലേക്ക് നമുക്ക് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. അതുപോലെ ഈ ടെറസ് ഏരിയയിൽ തന്നെയാണ് നമ്മൾ ഒരു കിച്ചനും പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചനാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു 100 പേരൊക്കെ വന്നാൽ കൂടി നമുക്കൊരു പാർട്ടി ചെയ്യാനൊക്കെ ഉള്ള ഒരു ഏരിയ നമുക്കിവിടെ ഉണ്ട്. ഒരു ബെഡ്റൂമായിട്ടും ഉണ്ട്. ഒരു ബെഡ്റൂം ഏരിയ ആയിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിലാണ് ഈ കാണുന്നത് കേട്ടോ. അതുപോലെ ഇവിടെയും ഒരു ബെഡ്റൂം ഏരിയ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂമുമായിട്ടും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ടോപ്പിൽ കവർ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ റൂഫ് ഷീറ്റിലാണ് കവർ ചെയ്തിരിക്കുന്നതെങ്കിൽ ധാരാളമായ ജനാലകളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുത്താണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാൽക്കണി ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കറിയാം ടോപ്പ് മൊത്തം ക്ലിയർ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ കൊച്ചുവിൽ പ്രോപ്പർട്ടീസ് ചാനൽ കാണുമ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ. എങ്കിലേ വരും ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് നമുക്കറിയാം സിറ്റിയുടെ ഹൃദയഭാഗമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സിറ്റിക്കകത്ത് ഡെവലപ്മെന്റ് വരുന്നത് 600 കോടി 700 കോടിയുടെ പദ്ധതികളാണ് നമുക്ക് വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ജംഗ്ഷനിൽ നിന്നും വെറും 100 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് 13 സെന്റിലായിട്ട് 6000 സ്ക്വയർ ഫീറ്റ് 5+2 മുകളിൽ കിച്ചണും ഉണ്ട് ആയിട്ടുള്ള ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 4,40,00,000 രൂപയാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വരിക. അതുപോലെ വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുവിൽ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.